ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നിങ്ങൾ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും, ഞാനൊരു ബാലി ട്രിപ്പൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത ടൈം ലാസ്റ്റത്തെ വീഡിയോൻ്റെ അടിയിൽ ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബാലിയിലെ നമ്മുടെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാമോ, അത് ബാക്കിയുള്ളവർക്കൊക്കെ ഇൻഫോർമേറ്റീവ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ലൈക്സും വന്നിട്ടുണ്ട്. അത്യാവശ്യം 2-3 ആൾക്കാർ യെസ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കണ്ടു. അപ്പം ഞാൻ ചിന്തിച്ചപ്പം ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത ടൈം കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ തന്നെ. ബാലിയിൽ പോയവരുടെ റിവ്യൂസ്, അത് കൂടാണ്ട് ബാലിയിലത്തെ ഏതൊക്കെ സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനും ഏട്ടനും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ 2 ആളാണ് പോയിട്ടുണ്ടായത്. അപ്പം അതൊക്കെ എനിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തപ്പം പ്രൊമോഷന് വേണ്ടി ചെയ്തതായിട്ടും എനിക്ക് തോന്നി. അപ്പൊ ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ സംസാരിക്കുന്നത്. എനിക്കുണ്ടായ അനുഭവങ്ങളും എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പം ബാലിയിൽ പോവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ബാലിയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെല്ലാം വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അപ്പം നമ്മൾ പോയിട്ടുണ്ടായത് ഏപ്രിൽ 21 21-ാം തീയതി പോയിട്ട് 27-ാം തീയതിയാണ് നമ്മൾ റിട്ടേൺ വന്നിട്ടുണ്ടായത്. അപ്പം നമ്മുടെ ട്രിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഏജൻസി. ട്രിപ്പ് പോവാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി ആയിരുന്നു നമ്മുടെ ഇവിടെ കോഴിക്കോട് കൊടുവള്ളി ഉള്ള ഒരു ഏജൻസിയാണ്. അവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായത്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായത്. ഹണിമൂണിനെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചപ്പം തന്നെ കുറച്ച് സ്ഥലങ്ങളാണ് നമുക്ക് മനസ്സിൽ ആദ്യം വന്നത്. ഒന്ന് മാൽദീവ്സ് ആയിരുന്നു, മറ്റൊന്ന് ബാലി, പിന്നെ ഒന്ന് വിയറ്റ്നാം, മലേഷ്യ. ഈ 4 സ്ഥലങ്ങളാണ് നമ്മുടെ പ്ലാനിൽ ഉണ്ടായത്. അപ്പൊ 4 സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ അത്യാവശ്യം റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നല്ലതെന്ന് തോന്നിയത് ബാലിയായിരുന്നു. അതിന്റെ റീസൺസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ മാൽദീവ്സ് പോയ കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പം പാക്കേജ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായത് അതൊരു ഐലൻഡ് ആണല്ലോ, അപ്പൊ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് വേറെ സ്ഥലങ്ങളൊന്നും പ്രത്യേകിച്ച് കാണാനില്ല. അതായത് നമ്മൾ ആ ഐലൻഡിൽ തന്നെയാണ്, അവിടുന്ന് നമുക്ക് സ്നോർക്കലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം, ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഏത് പൂൾ വില്ല സെലക്ട് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ അവിടുത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി സ്ഥലങ്ങൾ സിറ്റി ലൈഫും അതേപോലെ വില്ലേജ് ലൈഫും ഒക്കെ കൂടി ഒരുമിച്ച് മിക്സ് ആയിട്ട് വരുന്ന നമുക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കറങ്ങാനോ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളായിരുന്നു ഞാൻ നോക്കുന്നുണ്ടായത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ മാൽദീവ്സ് ക്യാൻസൽ ചെയ്തു. പിന്നെ ഉണ്ടായ 3 സ്ഥലങ്ങളിൽ മലേഷ്യനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മലേഷ്യ ഫുൾ സിറ്റി ലൈഫ് മാത്രമാണ്. നമുക്ക് അവിടെ കൂടുതലും വലിയ വലിയ ടവേഴ്സ്, ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെയാണ് കാണാനുള്ളത്. ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ഒരു പച്ചപ്പ് ഹരിതാഭ ആ ഒരു സംഭവം അവിടെ ഇല്ല. പിന്നെ ലാസ്റ്റ് ഉണ്ടായതാണ് വിയറ്റ്നാമും ബാലിയും. അപ്പൊ വിയറ്റ്നാമും ബാലിനെയും കുറിച്ച് ഞാൻ ഏജൻസിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 പാക്കേജും നമുക്ക് അയച്ചു തന്നപ്പം വിയറ്റ്നാമിൽ കൂടുതലും വയലുകൾ, അങ്ങനത്തെ നാച്ചുറൽ ബ്യൂട്ടി ആണ് കൂടുതൽ അവിടെ ഉള്ളത്. അവിടെ സിറ്റി കുറവാണ്, നമുക്ക് പർച്ചേസിങ്ങിനൊക്കെ ചെയ്യണമെങ്കിൽ. അങ്ങനെയാണ് നമ്മൾ ബാലി ചൂസ് ചെയ്തത്. ബാലിയിലാണ് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് വരുന്നുണ്ടായിരുന്നു, അതേപോലെ സ്ഥലങ്ങൾ കാണാൻ പോകാൻ പറ്റുന്നുണ്ട്. 21-ാം തീയതി നമ്മൾ ഇവിടുന്ന് പോയിട്ട് 22-ാം തീയതി അവിടെ എത്തി. അത് കഴിഞ്ഞ് 23, 24, 25, 26 അങ്ങനെ 4 ദിവസം അവിടെ കറങ്ങിയിട്ട് 26-ാം തീയതി നമുക്ക് ഫ്ലൈറ്റ് ആയിരുന്നു റിട്ടേൺ. 27-ാം തീയതി നമ്മൾ തിരിച്ച് നാട്ടിലെത്തുകയാണ് ചെയ്തത്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ടും ഒരു ഏജൻസി വഴി പോകുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഒരു സേഫ്റ്റിയും നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു കാര്യം നമ്മളൊരു ഏജൻസി വഴി കോൺടാക്ട് ചെയ്ത് പോകുന്നതാണ്. അതിന്റെ റീസൺസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം നമുക്ക് ആദ്യം ഏജൻസിനെ കുറിച്ച് സംസാരിക്കാം. അതിന്റെ റീസൺസ് എന്താണെന്ന് വെച്ചാൽ ഏജൻസി വഴി പോകുമ്പോൾ നമുക്ക് അധികം ടെൻഷൻ വേണ്ട. എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, നമ്മുടെ ഒരു ദിവസം നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നൊന്നും നമ്മൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. അവരുമായിട്ട് നമുക്ക് സംസാരിച്ച് നമ്മുടെ ദിവസവും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ നമുക്ക് ഓപ്ഷൻസ് തരും. ഇന്ന സ്ഥലങ്ങളൊക്കെയാണുള്ളത്, അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമ്മൾ അധികം അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. നമ്മളിപ്പോൾ വെക്കേഷനോ അല്ലെങ്കിൽ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം, നമ്മുടെ മനസ്സൊക്കെ ഒന്ന് കൂളാക്കി എൻജോയ് ചെയ്യാൻ പോകുന്നതാണല്ലോ എല്ലാവരും. അപ്പം നമ്മളായിട്ട് നമ്മുടെ തന്നെ പ്ലാനിൽ പോകുന്ന സമയം നമുക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ആ പ്ലാനൊക്കെ നമ്മൾ തന്നെ എക്സിക്യൂട്ട് ചെയ്യണമല്ലോ, നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും ഒരാളുണ്ടാവില്ല.
അപ്പോൾ നമ്മൾ ഏജൻസി വഴി കോൺടാക്ട് ചെയ്ത് പോയ ടൈം അവർ കറക്റ്റ് നമുക്ക് പാക്കേജും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അതിൻ്റെ എമൗണ്ട് നമ്മൾ പറയുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് തന്നു. നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ അവർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് നമുക്ക് അവിടുന്ന് ബാലിയിൽ എത്തിയപ്പോൾ നമുക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു നമ്മളെ പിക്ക് ചെയ്യാൻ. ഡ്രൈവർ വന്നു, നമ്മളെ പിക്ക് ചെയ്തു, ഹോട്ടലിൽ കൊണ്ടാക്കി. നമ്മൾ 2 ഹോട്ടൽസിലായിട്ടാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായത്. അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ വഴിയെ പറയാം. അപ്പോൾ ഹോട്ടലിൽ കൊണ്ടാക്കി നെക്സ്റ്റ് ഡേ അയാൾ നമ്മളെ പിക്ക് ചെയ്യുന്നു, നമ്മുടെ സ്പോട്ടിൽ കൊണ്ടാക്കുന്നു. അവിടുത്തെ ഡീറ്റെയിൽസ്, അവിടുത്തെ എൻട്രി ടിക്കറ്റ്, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അവർ പോയി പിന്നെ ഈവനിങ് പിന്നെയും വരുന്നു, പിക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് അവിടെ ഒരു മീഡിയേറ്റർ ഉണ്ട്, അവരുമായിട്ട് സംസാരിക്കാനായാലും. ബാലിയത്തത് ഇന്തോനേഷ്യ ആണ് ബാലി വരുന്നത്. അപ്പോൾ അവിടുത്തെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ഒരുവിധം എല്ലാവർക്കും അറിയാം. എന്നാൽ കൂടി ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷ് അങ്ങനെ കറക്റ്റ് ഇംഗ്ലീഷ് അല്ല. അതായത് എന്താ പറയുക, നമ്മുടെ ശരിക്കുള്ള ഇംഗ്ലീഷ് ഉണ്ടല്ലോ, നമ്മൾ പല ഇംഗ്ലീഷ് വാക്കുകൾ പറയുമ്പോഴും അവർക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവരുടേതായിട്ടുള്ള അവർ കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചു വെച്ച്, അതായത് മെയിനായിട്ട് ബാലി എന്ന് പറയുന്നത് ടൂറിസം മേഖലയിലുള്ളൊരു രാജ്യമാണ്. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് അവിടെയുള്ള കൂടുതൽ ആൾക്കാരുടെയും ജീവിത വരുമാനം തന്നെ ഈ ഒരു ടൂറിസമാണ്. ഇവിടുന്ന് പോകുന്ന ആൾക്കാർ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടും അല്ലെ അവിടത്തേക്ക് സാധനങ്ങൾ സെല് ചെയ്യുന്നതും അങ്ങനെയൊക്കെയാണ് അവിടെയുള്ള ആൾക്കാർ കൂടുതലും ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം ഏജൻസി ആയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം സെക്യൂരിറ്റി ഉറപ്പുവരുത്താം. അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്തോളും. നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഞാൻ കണ്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ കുറേ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് പോവാം, അതിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് നിന്നാണ് പോയിട്ടുണ്ടായത്. കോഴിക്കോട് നമ്മൾ കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായത്. കൊച്ചി ബാംഗ്ലൂർ 2 ഓപ്ഷൻസാണ് ഉണ്ടായത്. അപ്പം ബാംഗ്ലൂരിനെക്കാട്ടും നമുക്ക് അടുത്ത് കൊച്ചിയാണല്ലോ. ഇവിടെ കാലിക്കറ്റ് നിന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് KSRTC ബസ് ഉണ്ട്. ഇവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ എയർപോർട്ടിന്റെ ഉള്ളിൽ തന്നെ അവർ നമ്മളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഉച്ചക്കുള്ള 2 മണി ആ ഒരു ടൈമായിരുന്നു തോന്നുന്നുണ്ട് ബസ് പോയി. അവിടെ ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോഴെത്തി. നമുക്ക് 12 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിന്റെ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളല്ലേ പോയ സ്ഥലങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, അവിടുത്തെ സ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാവും. അപ്പം ഞാൻ ഇതിൽ പോകുന്ന ഒരാൾക്കാർ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 12 മണിയുടെ ഫ്ലൈറ്റ് എടുത്തു. നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ആദ്യം കോലാലംപൂർ പോയി അവിടുന്ന് പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് ബാലിയിൽ പോവാണ് ചെയ്തിട്ടുണ്ടായത്. റിട്ടേണും അതേപോലെ തന്നെയായിരുന്നു. നമ്മൾ ഓൾറെഡി KSRTC ബസ്സിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ, പുലർച്ചെ 2 മണിയൊക്കെ ആയപ്പോഴാണ് കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. 3-3:30 ആയിരുന്നു നമുക്ക് KSRTC അവിടുന്ന്. അത് നമുക്ക് ഓൾറെഡി അവരെ ടൈമും കാര്യങ്ങളൊക്കെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ, KSRTCന്റെ ആപ്പിൽ തന്നെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബുക്ക് ചെയ്യാനൊക്കെ പറ്റും. അതൊന്നും വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം ചീപ്പായിരുന്നു, ഓവർ എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു KSRTC ഒന്നും. പിന്നെ KSRTCയിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാനൊക്കെ ആയിട്ട് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് പോകുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. അതേപോലെ റിട്ടേണിലും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിനിലൊക്കെ പോയി വരാൻ ബുദ്ധിമുട്ടൊക്കെ ആണ്. ട്രെയിൻ നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ചൊന്നും അവൈലബിൾ അല്ലെങ്കിൽ KSRTC നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിസേനെ പറ്റിയിട്ടാണ്. ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് പോകുന്ന ഒരാൾക്ക് നിർബന്ധമായിട്ടും വിസ എടുത്തിരിക്കണം. അതിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് എറൈവലിന്റെ ടൈം, അവിടുത്തെ ഇന്തോനേഷ്യയിൽ എറൈവ് ചെയ്യുന്ന ടൈം നമുക്ക് വിസ എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം. അപ്പോൾ കുറേ വീഡിയോസ് കണ്ടത് വെച്ചിട്ട് ഞാനും ഏട്ടനും കൂടി സംസാരിച്ചപ്പോൾ നമുക്ക് തോന്നിയത് ഓൺലൈൻ വിസയാണ് എന്തുകൊണ്ടും നല്ലതെന്നാണ്. നമ്മൾ ഇവിടുന്ന് അവിടെ എത്തി ഓൾറെഡി ടയേർഡ് ആയിരിക്കും ട്രാവലൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അവിടെ വിസ പ്രോസസ്സിനും കൂടി നിൽക്കുന്ന ടൈം എന്തായാലും നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും. അപ്പോൾ ഓൺലൈനായിട്ട് സിമ്പിളാണ്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, ഈ വിസ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ വിസ ഫോർ ഇന്തോനേഷ്യ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാൻ പറ്റും. അതിൽ കയറി അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. പാസ്പോർട്ടിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കണം. നമ്മൾ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത്, അത് ജസ്റ്റ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഏജൻസി വഴിയൊക്കെയാണ് പോകുന്നത്, നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പിൻകോഡും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതൊക്കെ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇമെയിൽ ID യും കൊടുക്കണം. കാരണം ഇമെയിലിലേക്കാണ് നമുക്ക് വിസ വരുന്നത്.
അപ്പം അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ഓൺലൈനായിട്ട് തന്നെ പേയ്മെന്റും ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ടാൾക്കും കൂടിയിട്ട് വിസക്ക് വന്ന എമൗണ്ട് 5750 ആയിരുന്നു ആയിട്ടുണ്ടായത്. അതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് ആ ഒരു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റി. അതുമാത്രമല്ല അവിടെ എത്തിയ സമയം ഒരു വലിയ ക്യൂ വിസക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ അവിടെ നിന്ന് എടുക്കുന്ന ആൾക്കാർക്കുള്ള ക്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്യൂ ഒക്കെ ഒഴിവാക്കി നമുക്ക് എത്രയും പെട്ടെന്ന് ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റി. നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇമിഗ്രേഷൻ ഉണ്ടാവും. ഇമിഗ്രേഷനിൽ കുറച്ച് സമയം എടുക്കും നമുക്ക്. അപ്പോൾ വിസ എടുക്കാണ്ട് പോകുന്ന ഒരാളാണെങ്കിൽ വിസയ്ക്കും അവിടെ നിന്ന് ക്യൂ നിന്ന് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് എന്നിട്ട് വേണം നമ്മൾ ഇമിഗ്രേഷനിൽ കൂടി നിൽക്കുക. അപ്പോൾ ഉച്ച എത്തുകയാണെങ്കിൽ ഇതൊക്കെ കൂടി കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ എത്തുമ്പോഴേക്ക് എന്തായാലും ലേറ്റ് ആവും. പിന്നെ പറയാനുള്ളത് സിം കാർഡിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തായാലും നമ്മുടെ ഇവിടുത്തെ സിം കാർഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിം കാർഡ് നമുക്ക് അത്യാവശ്യം കുറേ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഒരു 2-3 സിം കാർഡിൻ്റെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ടെലികോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിം കാർഡായിരുന്നു എടുത്തിട്ടുണ്ടായത്. അവരുടെ ബേസിക് പാക്കേജ് ഉണ്ട്. എത്ര ഡെയിലി അല്ല ടോട്ടൽ 18 GB അങ്ങനെ എന്തോ വരുന്ന ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. നമ്മളപ്പം ജസ്റ്റ് കുറച്ച് സമയം എടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സിം കാർഡ് ആക്റ്റീവായിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സിം കാർഡും കൊണ്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായത്. അപ്പൊ നമുക്ക് നെറ്റിന്റെ ആവശ്യം അങ്ങനെ അധികം വരുന്നില്ല. നമ്മൾ ഹോട്ടലിൽ നിൽക്കുന്ന സമയം ഹോട്ടൽ വൈഫൈ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയമാണ് നമുക്ക് നെറ്റിന്റെ ആവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴും നമ്മുടെ റീചാർജ് ചെയ്ത ബാലൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം 18 GB ഒരു 10 5 അങ്ങനെ എത്രയോ GB ബാലൻസ് ഉണ്ടായിരുന്നു. ഒരു സിം കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാൾക്കൊന്നും സിം കാർഡിന്റെ ആവശ്യമില്ല. നമ്മൾ നെറ്റിനാണല്ലോ മെയിനായിട്ട് സിം എടുത്തിട്ടുണ്ടായത് തന്നെ. അതുകൊണ്ട് തന്നെ വെച്ചാൽ ഏട്ടൻ എടുത്തു, സിം കാർഡ് എടുത്ത് ഏട്ടന്റെ ഫോണിലാണ് ഇട്ടിട്ടുണ്ടായത്. എനിക്ക് വൈഫൈ തരുവാണ് ചെയ്തിട്ടുണ്ട്, ഹോട്ട്സ്പോട്ട് തരുവാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ അടുത്തത് പറയാനാണെങ്കിൽ നമ്മൾ താമസിച്ച ഹോട്ടലാണ്. നമ്മൾ 2 ഹോട്ടലിലായിട്ടാണ് നിന്നിട്ടുണ്ട്. അത് പാക്കേജിലുണ്ട്. നമുക്ക് 4 days വേണമെങ്കിൽ ഒരു സെയിം ഹോട്ടലിൽ താമസിക്കാം, അല്ലെങ്കിൽ 2 days ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ 2 ദിവസം ഒരു ഹോട്ടലിൽ, 2 ദിവസം വേറെ ഹോട്ടൽ, അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായത്. അപ്പൊ നമ്മൾ ആദ്യത്തെ 2 ദിവസം താമസിച്ചിട്ടുണ്ടായത് കുട്ട സെൻട്രൽ പാർക്ക് ഹോട്ടലിലായിരുന്നു. പിന്നത്തെ 2 ദിവസം ഉബൂദിലുള്ള പൂൾ വില്ലയിലായിരുന്നു. ഫുൾ മൂൺ പൂൾ വില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായത്. 2 ഹോട്ടലും സർവീസിന്റെ കാര്യത്തിലാണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒരു സ്ഥലത്തേക്കൊക്കെ ടൂർ പോകുന്ന ടൈം എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പല സ്ഥലങ്ങളിലും ടൂർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നീറ്റ് ആയിരിക്കില്ല. നമ്മൾ ഇതൊന്നും നേരിട്ട് കണ്ടല്ലേ, ഏജൻസി വഴി ബുക്ക് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ സ്ഥലത്ത് നമ്മൾ കുട്ട സെൻട്രൽ പാർക്കിൽ എത്തിയപ്പം തന്നെ നമ്മൾ അത്യാവശ്യം നല്ലോണം ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. പിന്നെ അവരുടെ സർവീസ് എടുത്ത് പറയണം, ഭയങ്കര കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് അവർ. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ നമുക്ക് വൈഫൈ പാസ്വേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു, ലോക്കറിന്റെ അവൈലബിലിറ്റി അല്ലെ പൂൾ ടൈം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് നമ്മളെ റൂമിലേക്ക് കൊണ്ടാക്കി. റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. എൻ്റെ വീഡിയോസിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും റൂമൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തതെന്ന്. പിന്നെ സെക്കൻഡ് ഡേ താമസിച്ചതാണ് നമ്മുടെ ഉബൂദിലുള്ള ഫുൾ മൂൺ പ്രൈവറ്റ് പൂൾ വില്ലയാണ്. നമ്മുടെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കോട്ടേജ്, അതിൽ ഒരു പൂള്, നമ്മുടെ റൂം, അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് എന്താ പറയുക, നമുക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പൂളിൽ ഇറങ്ങുമ്പോൾ ബിക്കിനി ഇടാം, അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇടാൻ ആഗ്രഹമൊക്കെ ഉള്ളവർക്ക് പബ്ലിക്കായിട്ട് ഇടാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ചിലവർക്കൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നെങ്കിലും അങ്ങനത്തെവർക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ പൂള്, നമ്മുടെ കോട്ടേജ്, ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നുമില്ല. പൂളിൽ നമുക്ക് നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എത്ര ടൈം വേണമെങ്കിലും പൂളിൽ സ്പെൻഡ് ചെയ്യാം. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായില്ല. പക്ഷെ കുട്ടയിലും അതേപോലെ തന്നെയാണ്, 10 മണിയോ അങ്ങനെ വരെ, ആ ഒരു ടൈം വരെ അങ്ങാറ്റം. പക്ഷെ അവിടെ ഒരു ടൈമിന്റെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. എന്നാൽ പോലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പൂളായിരുന്നു. പൂളിന്റെ അടുത്ത് തന്നെ നമുക്കൊരു ബാറിന്റെ അവൈലബിലിറ്റി വരുന്നുണ്ട്. ബാറിന് വെച്ചാൽ ആൽക്കഹോൾ മാത്രമല്ല, അല്ലാണ്ട് നമുക്ക് മൊഹിറ്റോ കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ പോയത് വെച്ചിട്ട് എല്ലാവർക്കും ഇതേപോലെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എന്തായാലും നല്ലൊരു സ്ഥലമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. പിന്നെ സംസാരിക്കാനാണെങ്കിൽ ഫുഡിനെ പറ്റിയിട്ടാണ്. ഫുഡ് എന്താ പറയുക, എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലൊരു ടേസ്റ്റ്, അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉള്ള ഭക്ഷണമാണ് നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ പുറത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അതേപോലത്തെ ഒരു ഫുഡ് കിട്ടണമെന്നില്ല. അതേപോലെ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ഡേ എത്തി അന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. നമ്മൾ താമസിച്ചിരുന്ന അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലായിരുന്നു, കുട്ട സെൻട്രൽ പാർക്ക് ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ നമ്മൾ മെനു ഒക്കെ നോക്കി ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഒരു ബ്ലാക്ക് പെപ്പർ ചിക്കൻ വരുന്ന വിത്ത് റൈസ് വരുന്ന ഒരു ഐറ്റം ആയിരുന്നു.
അതിൽ ഒന്നാമത് അവരത് സ്റ്റിക്കി റൈസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ സാധാ അരിയൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഒരു ബൗളിൽ ഒരു പോർഷൻ റൈസ്, ഒരു പോർഷൻ കറി, പിന്നെ കുറച്ച് സാലഡ്, ഇങ്ങനെയാണ് വരിക. അപ്പം കറിയൊക്കെ അത് ഓക്കെ ആയിരുന്നു, അത് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. അത്യാവശ്യം സ്പൈസി ആയിട്ട്, പക്ഷെ അവിടെ ഉപ്പ് കുറവാണ് നമ്മുടെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതിൻ്റെ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ രാത്രി നമ്മൾ ഇത് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ നമുക്ക് ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യേണ്ട ഓപ്ഷൻസ് വരുന്നുണ്ട്. ഗ്രാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. നമ്മൾ ഗ്രാബാണ് യൂസ് ചെയ്തത്. വേറെ പല ആപ്സ് ഉണ്ട്, പക്ഷെ അതൊന്നും അതിനെക്കാളും നമുക്ക് കുറച്ചുകൂടി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടത് ഗ്രാബിലായിരുന്നു. അങ്ങനെ ഗ്രാബിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഡേ ഓർഡർ ചെയ്തു. ബർഗർ കിങ്സ് തന്നെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അത് അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ബർഗർ പോലെ തന്നെയായിരുന്നു ടേസ്റ്റും കാര്യങ്ങളും. അതിലൊന്നും അതുകൊണ്ട് നമ്മൾ കുറച്ച് ഓക്കെ ആയി. നമുക്ക് അവിടുത്തെ ആ ഒരു സ്റ്റൈൽ ഫുഡ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഫുഡുകൾ ഗ്രാബിൽ തന്നെ KFCന്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ ബർഗർ കിങ്സ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എന്നിട്ട് കുറെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പൊ സെക്കൻഡ് ഡേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ 2 ഹോട്ടലിലും കോംപ്ലിമെന്ററി ആയിരുന്നു. അവിടെ താമസിച്ച 4 ദിവസവും നമ്മൾ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചിട്ടുണ്ടായത്. സെക്കൻഡ് ഡേ നമുക്ക് ന്യൂസ പെനീഡ ഐലൻഡിലേക്കായിരുന്നു പോണ്ടിരുന്നത്. അപ്പൊ നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ തലേനെ അവരുടെ ഏൽപ്പിച്ചാൽ മതി, നമുക്ക് ഈ ഒരു ടൈം പോകണം. അപ്പൊ നമ്മൾ ഫുഡ് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അവർ ഫുഡ് ബോക്സിന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് റെഡിയാക്കി വെക്കും. വെജ് ഓപ്ഷനാണ് കൂടുതലും അവിടെ അവർ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് തന്നെ വെജ് ഓപ്ഷൻസ് ആണ് കൂടുതൽ ഉണ്ടായത്. നമുക്ക് സാൻഡ്വിച്ച്, ഒരു ഫ്രൂട്ട്, പിന്നെ കുക്കീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടാവും. അത് കൂടാണ്ട് തന്നെ വെള്ളം നമുക്ക് നമ്മുടെ ഡ്രൈവറിന് ഡെയിലി എനിക്ക് ഒരു ബോട്ടിൽ, ഏട്ടന് ഒരു ബോട്ടിൽ, അങ്ങനെ 2 ബോട്ടിൽ വെള്ളം ഡ്രൈവർ നമുക്ക് ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഡെയിലി 2 വാട്ടർ ബോട്ടിൽ 2 കൂടി കിട്ടും. അപ്പൊ ആ ഫുൾ ഡേ നമ്മൾ ഐലൻഡിലാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നാസി കൊറാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു. ഫ്രൈഡ് റൈസിന്റെ ഒരു പോർഷനും അതിന്റെ കൂടെ ഒരു ഓംലെറ്റ്. നമ്മൾ ബീഫാണ് ചൂസ് ചെയ്തിട്ടുണ്ടായത്. ബീഫും ചിക്കനും നമുക്ക് ചൂസ് ചെയ്യാം. അത് നമുക്ക് കുറച്ച് എരിവും പുളിയും ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം അവരുടെ സോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ഫുഡായിരുന്നു. അത് നമുക്ക് 2 ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സ്, അവിടുത്തെ ഫ്രൂട്ട്സ് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്. നമുക്ക് എന്തോ ഫസ്റ്റ് ഡേ കിട്ടിയ ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ഒരു ചെറിയ ചക്കപ്പഴമൊക്കെ പോലത്തെ. ഞാനത് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തൊലി പൊളിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, ഒരു സവർജല്ലിയൊക്കെ പോലെ തോന്നി. പിന്നെ ചവയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ അവിടുത്തെ വാട്ടർ മെലണൊക്കെ ഫ്രഷ് ആണ്. നമ്മൾ രണ്ടാമത്തെ താമസിച്ച നമ്മുടെ പ്രൈവറ്റ് പൂൾ വില്ലയിൽ നമുക്ക് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഫ്രഷ്. നമുക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഫ്രൂട്ട്സ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നന്നാവുക അവിടുത്തെ ഫ്രൂട്ട്സ് ആണ് നന്നാവുകയാണ് എനിക്ക് തോന്നിയത്. പിന്നെ സെക്കൻഡ് ഡേ നമുക്ക് ഒരു ആക്ടിവിറ്റിയും ഒരു പ്ലേസ് വിസിറ്റും ആണ് ഉണ്ടായത്. അപ്പൊ വാട്ടർ സ്പോർട്സ് ആയിരുന്നു ആക്ടിവിറ്റീസ്. അതിൽ നമുക്ക് പാരാസൈലിംഗ് വരുന്നുണ്ടായിരുന്നു, പിന്നെ ജെറ്റ് ബോട്ട് വരുന്നുണ്ടായിരുന്നു. അത് കൂടാണ്ട് ബനാന ബോട്ടും കൂടി ഉണ്ടായിരുന്നു. അത് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനൊക്കെ നമ്മൾ പൈസ കാര്യങ്ങൾ എക്സ്ട്രാ കൊടുക്കണം. എമൗണ്ടിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അത് നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തില്ല, കാരണം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് പറയുകയാണെങ്കിൽ. അവിടുത്തെ സ്പോർട്സും ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ പാക്കേജിൽ ഉൾപ്പെടാത്തത് എടുക്കുന്ന സമയം നല്ലൊരു എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ പക്ഷേങ്കിൽ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ ഓൾറെഡി പാക്കേജ് എടുത്ത് പോകുന്നതുകൊണ്ട് തന്നെ ഫുഡിനും അങ്ങനെ കാര്യങ്ങൾക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് പൈസ എടുത്തിട്ടുണ്ടായത്. അപ്പൊ നമ്മൾ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടുണ്ടായത് ടാനാലോട്ട് ടെമ്പിളിലേക്കാണ്, ബാലിയിൽ തന്നെയുള്ള. അതൊരു അമ്പലമാണ്. ഒരു അമ്പലത്തിന് ചുറ്റും കടലായിട്ടുള്ള ഒരു സ്ഥലം. അത് അത്യാവശ്യം നമുക്ക് നടന്ന് കാണാനുണ്ടായിരുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു. ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ 3rd ഡേയിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായത് ലംബുയാങ് ടെമ്പിളും തീർത്ഥഗംഗ വാട്ടർ പാലസും ആയിരുന്നു. ലംബുയാങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കാനാണ് മെയിനായിട്ട് എല്ലാവരും പോകുന്നത്. അവിടെ ടെമ്പിൾ ഉണ്ട് വിസിറ്റ് ചെയ്യാൻ. പക്ഷേ എങ്കിൽ ഫോറിനേഴ്സിന്, നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ഫോറിനേഴ്സാണ്, ഫോറിനേഴ്സിന് നമുക്ക് അവിടെ പ്രവേശനം ഇല്ല. അവിടെയുള്ള ആൾക്കാർ, ഏതോ ഒരു സ്പെസിഫിക് കാസ്റ്റുകാരുണ്ട്, അവർക്ക് മാത്രമാണ് ടെമ്പിളിന്റെ അകത്തേക്ക് കയറാൻ പറ്റുക. ഏതോ പൂജയൊക്കെ നടക്കുന്ന സമയം നമുക്ക് ടെമ്പിളിന്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പക്ഷെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അത് അവരെന്നെ എടുത്ത് തരികയാണ് ചെയ്യുക. നമ്മൾ അവർക്ക് ക്യാമറ, നമ്മുടെ ഏതാണോ ഫോണ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് എടുത്ത് തരികയാണ് ചെയ്യുക. അത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടാൽ ഞാൻ ഇതിന് ശേഷം അതിന്റെ പിക്ക്, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് ഒന്ന് കാണേണ്ടിയിട്ട്. അത് നല്ല സ്ഥലമാണ്. അതേപോലെ തന്നെ തീർത്ഥഗംഗ വാട്ടർ പാലസും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബാലിയിൽ പോവുകയാണെങ്കിൽ.
കുറെ നടന്ന് കാണാനുണ്ട്. ഒരു പാലസ് ആണത്. അവിടുത്തെ ഒരു രാജാവ് ഉണ്ടാക്കിയതാണ്. അവിടെയുള്ള പോൺസിൽ കുറെ ചെറിയ ചെറിയ പോൺസ് ഉണ്ട്, വലിയ പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഫുള്ള് ഫിഷാണ്, വലിയ ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ കുറെ കണ്ട് നടന്ന് അന്നാണ് നമ്മൾ നേരെ അവിടെ ഉബൂദിലുള്ള പ്രൈവറ്റ് പൂൾ വില്ലയിലേക്ക് പോയിട്ടുണ്ടായത്. അതും ഇതേ പറഞ്ഞ പോലെ തന്നെ നല്ല താമസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല സർവീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അന്ന് രാത്രി നമ്മൾ അവിടെയുള്ള റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. അവിടെ നമുക്ക് ബർഗർ, പിസ്സ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായത്. നമ്മൾ രണ്ടാളും ഒരേ സാധനം വാങ്ങാണ്ട് സെപ്പറേറ്റ് വാങ്ങി ഷെയർ ചെയ്യുക ചെയ്തിട്ടുണ്ടായത്. ഏതാ നല്ലത് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ എന്തുകൊണ്ടും നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ, പുതുതായിട്ടൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെയിം ഡിഷ് രണ്ടാൾക്കാരെ വാങ്ങാണ്ട് സെപ്പറേറ്റ് ഡിഷ് രണ്ടാൾ വാങ്ങി ഷെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. ഇപ്പം ഞാൻ വാങ്ങിയത് ഫ്ലോപ്പ് ആണെങ്കിൽ എനിക്ക് ഏട്ടൻ വാങ്ങിയത് ഷെയർ ചെയ്ത് കഴിക്കാം, ഏട്ടൻ വാങ്ങിയത് ഫ്ലോപ്പ് ആണെങ്കിൽ എൻ്റെത് കഴിക്കാം. നമ്മൾ രണ്ട് കൂട്ടരും ഒരേ ഇത് വാങ്ങുകയാണെങ്കിൽ അത് നമുക്ക് വേസ്റ്റ് ആകുകയാണല്ലോ ചെയ്യുക. അതേപോലെ കുടിക്കേണ്ടിയിട്ട് നമ്മൾ ജ്യൂസ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഡേ, 4th ഡേ നമ്മൾ പോയിട്ടുണ്ടായത് ബാലി സ്വിങ്ങിലേക്കാണ്. ബാലി സ്വിങ് കഴിഞ്ഞ് നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോയിട്ടുണ്ടായത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽസ്. ഇനി മെയിൻ ആയിട്ടുള്ളൊരു വിഷയമാണ്, അത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ മണി നമുക്ക് ഇന്തോനേഷ്യയും വേറെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ഞാൻ പോകാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ വിസിറ്റ് ചെയ്തൊരു സ്ഥലമാണ് ബാലി. അപ്പൊ അവിടുത്തെ എന്തായാലും എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റുമല്ലോ. ചില ആൾക്കാർ ചില വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യൻ മണി നമുക്ക് ബാലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡോളർ പോലെ യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടുത്തെ ഇന്ത്യയിലെ 100 രൂപ എന്ന് പറയുന്നത് ബാലിയത്തെ 19,236 രൂപ 40 പൈസയാണ് ഏകദേശം വരുന്നത്. ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇവിടുന്ന് 30,000 ആണ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായത്. 30,000ൽ 20,000 രൂപ ഇന്തോനേഷ്യൻ മണി ആയിട്ടും 10,000 രൂപ ഡോളർ ആയിട്ടുമാണ് കൺവേർട്ട് ചെയ്തത്. ഇവിടെ കോഴിക്കോടിനുള്ള ഓറിയന്റ് മണി എക്സ്ചേഞ്ച് എന്നാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ അവരാണ് നമുക്ക് ഇത് പറഞ്ഞത്, നിങ്ങളുടെ മൊത്തം ഇന്തോനേഷ്യയിലേക്ക് കൺവേർട്ട് ചെയ്യണ്ട, നിങ്ങൾ കുറച്ചൊരു എമൗണ്ട് ഡോളറിലേക്കോ കൺവേർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായത്. അങ്ങനെ ചെയ്തത് ഒരു കണക്കിന് നന്നായത് നമുക്ക് തോന്നി. അപ്പോൾ നമ്മൾ 20,000 രൂപ കൺവേർട്ട് ചെയ്ത ടൈം നമുക്ക് ഏകദേശം ഇന്തോനേഷ്യൻ മണി 35 ലക്ഷത്തിനടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് 10,000 നമുക്ക് അതുകൂടാണ്ട് 10,000 ഡോളറിലേക്കും കൺവേർട്ട് ചെയ്ത് നമ്മുടെ കയ്യിലുണ്ട്. ബാലൻസ് എമൗണ്ട് നമ്മൾ കാർഡിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ ചില കാർഡുകൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുണ്ടായത് ജുപ്പിറ്റർ ആയിരുന്നു. ജുപ്പിറ്റർ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ജുപ്പിറ്റർ ബാങ്കിന്റെ ഒരു കാർഡ് ഏട്ടന്റെ കയ്യിലുണ്ടായത്, അത് നമ്മൾ അവിടുന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ എമൗണ്ട് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അവർ നമ്മോട് പറഞ്ഞു ചില്ലറയായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്, അത് അവരെടുക്കില്ല. അപ്പൊ നമ്മൾ ഈ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അഥവാ ഇത് ചെലവായില്ലെങ്കിൽ നമുക്കിത് തിരിച്ചു കൊണ്ടുവന്ന് ഇവരുടെ കൊടുക്കാൻ പോക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ആവശ്യത്തിന് കുറച്ചൊരു എമൗണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കയ്യിൽ വെച്ചു. നമ്മുടെ എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ചെയ്യാനല്ലേ, അവിടുന്ന് ഫുഡൊക്കെ നമ്മൾ ലോക്കൽ ഏരിയാസിനൊക്കെ കഴിക്കുകയാണെങ്കിൽ കാർഡ് എടുക്കില്ലെങ്കിൽ കൊടുക്കേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് കൺവേർട്ട് ചെയ്ത് വെച്ചു. ബാക്കി നമുക്ക് എയർപോർട്ടിൽ നിന്നും പിന്നെ കാർഡ് എടുക്കുന്ന ഏരിയാസിനൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള എമൗണ്ട് ഒക്കെ നമുക്ക് കാർഡിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ അവിടെ എത്തുന്നവരെ നമ്മൾ വിചാരിച്ചത് 35 ലക്ഷം വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെന്നാണെങ്കിൽ അവിടെ എത്തി നമ്മൾ അവിടെ ഇറങ്ങി ആ ഒരു നിമിഷമാണ് നമ്മൾ ആ സിം എടുത്ത ടൈം തന്നെ ഈ ഒരു ചിന്ത നമുക്ക് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. 2,50,000 രൂപയാണ് അവിടെ ഒരു സിം എടുത്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്ലാൻ റീചാർജ് ചെയ്യുന്നതിന് അവർ വാങ്ങിയിട്ടുണ്ടായത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവർ ഈ വീഡിയോസിൽ പറയുന്ന പോലെ ഡോളറായിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് വെറുതെ ഫേക്ക് ആണെന്ന് മനസ്സിലായി. നമ്മളിപ്പം 2,50,000 ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1,300 രൂപയോളം വരുന്നുണ്ട്. അപ്പൊ 1,300 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സിം എടുത്ത് ഒരു ബേസിക് പ്ലാനിൽ റീചാർജ് ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് എന്തായാലും ആവില്ല. അപ്പൊ ഈ ഡോളർ പോലെ ഇന്ത്യൻ മണി യൂസ് ചെയ്യാന്ന് പറയുന്നത് ഫേക്ക് ആണ് നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാം. ഡോളർ പോലെ യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാ പറയാം, നമ്മുടെ ഇന്ത്യൻ മണിക്ക് അവിടെ ഭയങ്കര മൂല്യം കിട്ടുമ്പോൾ പൈസ തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയാണ്. പക്ഷെ അവിടെ സാധനങ്ങൾക്കൊക്കെ ആ റേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നാട്ടില് ഒരു ബോട്ടിൽ 1 ലിറ്റർ വെള്ളത്തിന് അവിടെ നാട്ടിലത്തെ 80 രൂപയാണ് അവിടുത്തെ ഒരു ബോട്ടിൽ ലിറ്റർ വെള്ളത്തിന്. നമുക്ക് ഇവിടെ 20 രൂപയ്ക്ക് കിട്ടുന്ന വെള്ളമാണ് അവിടെ 80 രൂപ, നാട്ടിലത്തെ 80 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടത്. ഇവിടുത്തെ 20,000 രൂപ അവിടത്തേക്ക് 35 ലക്ഷം ആണെങ്കിൽ അവിടെ ഓരോ സാധനങ്ങൾക്കും ആ ഒരു എമൗണ്ട് വരുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് ആണ്. അല്ലാണ്ട് വലിയ രീതിയിൽ നമ്മുടെ പൈസ അവിടെ നമുക്ക് എത്ര വേണേലും ചെലവാക്കാം. നാട്ടിലത്തെ ഒരു 10,000 രൂപ കൊണ്ട് അവിടെ പോയിട്ട് നമുക്ക് കുറെ സാധനങ്ങൾ വാങ്ങാം. അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം പറ്റുക മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ഡേന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഡേ സിം എടുത്തു, ഫുഡ് കഴിച്ചു, ഡിന്നർ കഴിച്ചു, പിന്നെ നമ്മുടെ ഡ്രിങ്ക്സ് നമ്മുടെ അവിടെ ഓപ്പൺ ബാർന്ന് മൊഹിറ്റോയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട്
ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വെച്ചാൽ ഞാനിത് കറക്റ്റ് ഇതിൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിൽ ഓരോ ദിവസം ചിലവാകുന്ന പൈസേൻ്റെതും ഞാൻ നോട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയണല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ പൈസ പോയി, എത്ര ചിലവ് വന്നു എന്നൊക്കെ അറിയേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമുക്ക് ചിലവായത് നമ്മുടെ 35 ലക്ഷത്തിൽ നിന്ന് 4,99,500 രൂപ ചിലവായിട്ടുണ്ടായിരുന്നു. പക്ഷെ തേർഡ് ഡേ, അതായത് നമ്മൾ വാട്ടർ സ്പോർട്സിന് പോയ അന്ന് നമുക്ക് 13 ലക്ഷത്തോളം ചിലവായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേയും നമുക്ക് 8 ലക്ഷത്തോളം രൂപ ചിലവായി. അപ്പൊ നമ്മുടെ വാട്ടർ സ്പോർട്സ് പോയ ദിവസവും പിന്നെ നമ്മൾ ബാലി സ്വിങ്ങിൽ പോയ ദിവസമാണ് നമുക്ക് ഇത്രയും ചിലവുകൾ വന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻട്രി ഫീയും കാര്യങ്ങളൊക്കെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണെങ്കിലും അവർ ഓൾറെഡി പറയുന്നുണ്ട് അവിടെ പോയിട്ട് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാമറ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് എമൗണ്ട് കൊടുക്കേണ്ടി വരും എന്ന് അവർ പറയുന്നുണ്ട്. തേർഡ് ഡേ നമുക്ക് ഞാൻ പറഞ്ഞു 13 ലക്ഷത്തോളം ചിലവായെന്ന് പറഞ്ഞതിൽ 7 ലക്ഷം രൂപ നമുക്ക് ക്യാമറക്കാണ് ചിലവായിട്ടുണ്ടായത്. 7 ലക്ഷം എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 3600 ചില്ലറ രൂപ വരുന്നുണ്ട്. നാട്ടില് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഒരു സ്പോർട്സ് നമ്മളൊരു ആക്ടിവിറ്റീസിനൊക്കെ പോവാണ്, നമ്മുടെ എക്സ്ട്രാ അവിടെയുള്ള നമ്മളിപ്പോൾ കന്യാകുമാരി ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പ്രിന്റ് തന്നെ തരും. പക്ഷെ അതിനൊന്നും ഇത്രയും എമൗണ്ട് കാര്യങ്ങളാവില്ല. ഇത് അവരുടെ ക്യാമറയിൽ ഫോട്ടോസ് എടുത്ത് നമ്മുടെ ഫോണിലേക്ക് നമുക്ക് അവർ സെൻഡ് ചെയ്ത് തരികയാണ് ചെയ്യുക. ആൻഡ്രോയിഡ് ആണെങ്കിൽ അവർ വാട്സപ്പ് വഴിയാണ് സെൻഡ് ചെയ്യുക. ഐഫോൺ ആണെങ്കിൽ അവർ എയർ ഡ്രോപ്പ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഐഫോൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് എയർ ഡ്രോപ്പ് വഴി കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് കിട്ടി. ആൻഡ്രോയിഡ് ആണെങ്കിൽ ഇവർ നമുക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്യുമ്പം എന്തായാലും ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറയും. അതേപോലെ നമുക്ക് ബാലി സ്വിങ്ങിൽ നമ്മുടെ പാക്കേജ് കൂടാണ്ട് 6,50,000 രൂപ ചിലവായിട്ടുണ്ടായിരുന്നു. അത് ചിലവ് വന്നത് ഫോട്ടോഗ്രാഫിയും ഡ്രസ്സും കൂടിയായിരുന്നു. ഡ്രസ്സൊന്നും നമ്മുടെ പാക്കേജിൽ ഉണ്ടാവില്ല എന്ന് ഓൾറെഡി അവർ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും ഇത്രയും ഒരു എമൗണ്ട് ഒന്നും ഒരു ഡ്രസ്സ് റെന്റിന്, അതും ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെയാണ് ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത്രയും സമയത്തിലേക്ക് ഇത്തിരി ഒരു എമൗണ്ട് ആവും നമ്മൾ വിചാരിക്കുന്നില്ല. ഏകദേശം അവിടെ നമുക്ക് 3,300 ചില്ലറ രൂപയോളം ചിലവായിട്ടുണ്ട്. അപ്പം അത് പക്ഷേ ഫോട്ടോസ് ഫോട്ടോസ് അവരുടെ ക്യാമറയിലും വീഡിയോസ് നമുക്ക് നമ്മുടെ ഫോണിലും എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ അവർ ഫോട്ടോസ് നമുക്ക് ബ്ലൂടൂത്ത് വഴി അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് വഴി നമുക്ക് സെൻഡ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ആ ഒരു എമൗണ്ട് നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചിരുന്നതാണ്. മറ്റേ ക്യാമറേനെക്കാട്ടിലും ഇവിടെ നമ്മൾ ഓൾറെഡി നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സിന് ഇത്ര എമൗണ്ട് ഉണ്ട്, ഫോട്ടോഗ്രാഫിക്ക് ഇത്ര എമൗണ്ട് ഉണ്ട്. പക്ഷെ അവിടെ എനിക്കൊരു ബാഡായിട്ട് തോന്നിയൊരു ഇൻസിഡന്റ്, ഏട്ടൻ സെപ്പറേറ്റ് ഫോട്ടോസ് ഒന്നും വേണ്ടാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണ് സെപ്പറേറ്റ് ഫോട്ടോസും പിന്നെ കപ്പിൾ ഫോട്ടോസും വേണ്ടത്. അപ്പം നമ്മൾ അവരോട് ചോദിച്ചു, ഇവരെ സെപ്പറേറ്റ് ഫോട്ടോ എടുക്കുന്നില്ല, നമ്മൾ കപ്പിൾ ഫോട്ടോസേ എടുക്കുന്നുള്ളൂ. അപ്പം സെപ്പറേറ്റ് ഫോട്ടോ എടുക്കാത്ത ഒരാൾക്കും അവരെത്രയാണ് 6 ലക്ഷത്തിൽ എന്തോ 2 ലക്ഷം ഏട്ടന്, 2 ലക്ഷം എനിക്ക്, അങ്ങനെ 4, പിന്നെ 2 ലക്ഷത്തിൽ ചില്ലറ ഡ്രസ്സിന്, അങ്ങനെയായിരുന്നു തോന്നുന്നുണ്ട്. അപ്പം 2 ലക്ഷം അവർക്ക് കൊടുക്കണോ ചോദിച്ചപ്പോൾ പറഞ്ഞു കപ്പിളായിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പോലും അവർ എൻ്റെ കൂടെ വരികയാണല്ലോ, അപ്പൊ എൻ്റെ സെപ്പറേറ്റ് ഫോട്ടോസിനും മാത്രമാണ് 2 ലക്ഷം. ഞാനും അവരും കൂടി എടുക്കുമ്പോൾ ഓരും കൂടി ഫോട്ടോയിൽ ഇൻക്ലൂഡഡ് ആവുകയാണ്. അതുകൊണ്ട് എന്തായാലും 2 ലക്ഷം പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ അതൊക്കെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരൊരു സീല് വെച്ച് തരും. സീല് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാക്കേജിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഫോട്ടോസ് എടുക്കുന്നതിന് ഒരു സീലും, എക്സ്ട്രാ നമ്മൾ ഏതെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സീലുമാണ്. ആ സീല് നോക്കിയിട്ടാണ് അവർ നമ്മളോട് ഏതിലാണ് നെക്സ്റ്റ് കയറേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ അവിടെ നമ്മളത് ജസ്റ്റ് ഒരു 10-30 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫോട്ടോസ് എടുക്കാൻ കുറച്ച് സമയം എടുത്തിട്ട് തോന്നുന്നുണ്ട്. കഴിഞ്ഞ് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ് ചെയ്തത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ബാലിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ത്യയിലെ 100 രൂപ അവിടത്തേക്ക് 19,000 ചില്ലറയായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എമൗണ്ടിന് അവിടെ ചെലവ് വരുന്നുണ്ട്. ഫുഡ് ആണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഡേ, അതായത് വാട്ടർ സ്പോർട്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ടെനാലോ ടെമ്പിളിലേക്ക് പോകുന്ന വഴി നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായത് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നിർത്താനാണ്. അവിടെ നമ്മൾ കഴിച്ചിട്ടുണ്ടായത് ബട്ടർ നാന്, പിന്നെ ചിക്കൻ ടിക്ക മസാലയും പിന്നെ ഒരു ലൈം ജ്യൂസും ആയിരുന്നു. അതിന് നമുക്ക് അവിടെ 3 ലക്ഷത്തോളം ചെലവായിട്ടുണ്ടായിരുന്നു ഡിന്നർ കഴിക്കേണ്ടിയിട്ട്. അങ്ങനെ അവിടുത്തെ സാധനങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണ്, സാധനങ്ങൾക്കൊക്കെ നല്ല പൈസ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നാട്ടിൽ 20 രൂപയൊക്കെ കിട്ടുന്നത് അവിടെ 80 രൂപയൊക്കെയാണ്. അതുകൊണ്ടാണ് പൈസ തമ്മിൽ ഇത്ര ഡിഫറൻസ് വന്നിട്ട് നമുക്ക് ഇത്രയൊരു എമൗണ്ട് ചെലവാകുന്നത്. ഇക്കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനെക്കുറിച്ച് നോക്കുന്ന സമയം ഒരു യൂട്യൂബ് ചാനലും പറഞ്ഞു കണ്ടില്ല. ബാലി ഡ്രസ്സിനെ കുറിച്ചും ക്യാമറയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിലും എമൗണ്ട് തമ്മിൽ ഇങ്ങനെ ഒരു ഡിഫറൻസ് വരുമ്പം ഇങ്ങനെ ഒരു സംഭവം അതിന്റെ ബാക്കിൽ ഉണ്ട് എന്ന് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളത് പോയപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക് തോന്നി ഇനി പോകാൻ പോകുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവരിത് അറിഞ്ഞിരിക്കുകയാണ്, അവർക്ക് എന്തുകൊണ്ടും നന്നായിരിക്കും. കാരണം സ്ഥലങ്ങളിലൊക്കെ ചെറിയൊരു എമൗണ്ട് മതി, ഇത്രയും പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാണല്ലോ എന്ന് വിചാരിച്ച് കാർഡിലും എമൗണ്ട് കാണാണ്ട് ജസ്റ്റ് ഒരു 20,000 രൂപ മാത്രമൊക്കെ കൺവേർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ എത്തി എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ നമ്മൾ ഇത്രയും ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയിട്ട്
പൈസ കൺവേർട്ട് ചെയ്തില്ലല്ലോ. നമ്മുടെ നാട്ടിലെ കയ്യിൽ പൈസ ഉണ്ടാവും, പക്ഷെ അവിടെ എത്തി നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടില്ല, ഒരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. കൺവേർട്ട് ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആക്ടിവിറ്റീസ് ഒഴിവാകുന്നതിനെക്കാട്ടും നല്ലത് മുൻകൂട്ടി ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ പൈസയൊക്കെ കൺവേർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാലി വിശേഷങ്ങൾ. ഞാൻ ഏജൻസിനെ കുറിച്ച് സംസാരിച്ചു, ഫുഡിനെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ താമസിച്ച ഹോട്ടലിനെ കുറിച്ച് സംസാരിച്ചു, അതുകൂടാണ്ട് നമ്മൾ പോയ സ്ഥലങ്ങളിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കാർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ പോയ വെച്ചിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയപ്പോൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോയതിന് ശേഷം ഞാൻ വിചാരിച്ചിരുന്നു, അയ്യോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ബാലിനെ കുറിച്ച് നിങ്ങൾക്ക് തരാനുള്ള ഇൻഫർമേഷൻസ്. അപ്പം ഞാൻ ബാലിയിൽ പോയിട്ടുള്ള 4 ദിവസത്തെ വ്ളോഗും കാര്യങ്ങളും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലിയിലത്തെ സ്ഥലങ്ങളും ഞാൻ കണ്ട കാഴ്ചകളും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ആ വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണുക. പാക്കിങ് തൊട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്ന വരെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബാലിയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സിന് എന്തായാലും ഇത് ഷെയറും ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.